സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ സാർ, 60കളിൽ എഴുതപ്പെട്ട ഇൻഡസ് വാട്ടർ ട്രീറ്റി അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയുടെ ആവശ്യം അത് കാലാനുസൃതമായ പരിഷ്കരണം വരുത്തണമെന്നാണ്. ആ കരാറിൻ്റെ വലിയ പ്രയോജനം കിട്ടുന്നത് വാസ്തവത്തിൽ പാകിസ്ഥാനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയുമാണ്. പക്ഷെ അതിനുശേഷം സാഹചര്യങ്ങൾ മാറി, ഇന്ത്യയിൽ വലിയ ഒരു ജനസമൂഹമായി മാറി. അതിനാനുപാതികമായി നമുക്കും ആ നദീജലത്തിൻ്റെ വിനിയോഗം സാധ്യമാകണമെന്നുള്ള ആവശ്യം പലവട്ടം രേഖാമൂലവും അല്ലാതെയും പാകിസ്ഥാനെ അറിയിച്ചു. വിവിധ അന്താരാഷ്ട്ര വേദികളിൽ ആ ആവശ്യം ഉന്നയിച്ചതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ സിന്ധു നദീജല കരാർ ഇപ്പോൾ റദ്ദാക്കിയൊരു സാഹചര്യവുമുണ്ട്. പക്ഷേ ആ കാര്യത്തിലൊരു പുനഃപരിശോധന വേണമെങ്കിൽ അതിൽ കാലാനുസൃതമായ പരിഷ്കരണങ്ങൾക്ക് ശേഷം മാത്രം മതി എന്നൊരു നിലപാടിലേക്ക് രാജ്യം പോകുന്നതായിട്ട് അറിയുന്നു. അതിൻ്റെ വാസ്തവം എന്താണ് സാർ? ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് ഇൻഡസ് വാട്ടർ ട്രീറ്റി, സിന്ധു നദീജല പങ്കിടൽ കരാർ, ആ കരാറ് കീപ്പിംഗ് ഇൻ അബയൻസ് എന്നൊരു വാക്കാണ് അന്ന് ഇന്ത്യ ഉപയോഗിച്ചത്. അതായത് അത് തൽക്കാലത്തേക്ക് അത് നടപ്പാക്കുന്നില്ല, ആ രീതിയിലാണ്. ആ കരാറ് തൽക്കാലത്തേക്ക് ആ കരാറിന് പ്രസക്തിയില്ല. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം മരവിപ്പിക്കുന്ന, അതെ, പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അതില് ഒരു മാറ്റം ഇന്ത്യ വരുത്തി. അതായത് ഈ പഴയ കരാറ് ഒരു കാരണവശാലും ഇനി നിലനിൽക്കില്ല എന്നുള്ളത്. എന്ന് വെച്ചിട്ട് പാകിസ്ഥാന് ജലം കൊടുക്കില്ല എന്നുള്ള ഒരു നിലപാടൊന്നും ഇന്ത്യ എടുത്തിട്ടില്ല. പക്ഷെ ആ കരാറ്, പഴയ കരാറ് പറ്റില്ല. പുതിയ കരാറ് റീനെഗോഷിയേറ്റ് ചെയ്യണം. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച നടത്തി ഒരു പുതിയ കരാർ ഉണ്ടാക്കണം. ഈ പഴയ കരാറ് മരവിപ്പിക്കുക അല്ലെങ്കിൽ അത് വെച്ച സമയത്ത് ഇന്ത്യ പറഞ്ഞത് വെള്ളവും രക്തവും ഒരേ സമയം ഒഴുകാൻ പറ്റത്തില്ല. പാകിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണ കൊടുക്കുകയും തീവ്രവാദ ക്യാമ്പുകൾ നടത്തുകയും ആ തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് അയക്കുകയും ഇന്ത്യയിൽ കൊലപാതകങ്ങൾ നടത്തുകയും വലിയ രീതിയിൽ കൂട്ടക്കുരുതി നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പാകിസ്ഥാനികൾക്ക് ഇന്ത്യക്ക് വെള്ളം കൊടുക്കാൻ സാധ്യമല്ല. ഈ ഒരു നിലപാടായിരുന്നു ഇന്ത്യയുടെ. പക്ഷെ ഇപ്പൊ ഇന്ത്യ കുറച്ചുകൂടി നിലപാട് കടുപ്പിച്ചത് ഒരു കാരണവശാലും പാകിസ്ഥാന് പഴയ കരാറ് ഇനി അതും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നുള്ള വളരെ വ്യക്തമായ നിർദ്ദേശം കൊടുത്തിരിക്കുക. ഈ കരാറ് ഇപ്പോ പ്രേം സൂചിപ്പിച്ച പോലെ 1960 സെപ്റ്റംബർ 19 കരാർ ഒപ്പിട്ടത്. കരാർ പ്രകാരം കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജ് ഇത് മൂന്നും ഇന്ത്യക്കും, ഇൻഡസ് അതായത് ഒറിജിനൽ സിന്ധു നദി, അതുപോലെ തന്നെ പിന്നെ ജലം, ചെനാബ് ഇത് മൂന്നും പാകിസ്ഥാൻ. അങ്ങനെയായിരുന്നു കരാർ. അപ്പോ ഇന്ത്യയുടെ കൈവശമുള്ള നദികളിൽ ഇന്ത്യയുടെ ആവശ്യാനുസരണം വെള്ളം ഉപയോഗിക്കാം. പാകിസ്ഥാന്റെ കൈവശമുള്ള നദികളിൽ ആവശ്യാനുസരണം വെള്ളം പാകിസ്ഥാനും ഉപയോഗിക്കാം. പക്ഷേ ഈ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന നദികളിലൂടെയാണ് ഭൂരിഭാഗം ജലം ഒഴുകുന്നത്. അങ്ങനെ വന്നപ്പം മൊത്തം ഈ സിന്ധു നദിയുടെ പോഷക നദികളാണ് ഈ ബാക്കി നമ്മൾ ഈ പറയുന്ന ജലം, ചെനാബ്, രവി, ബയാസ്, സത്ലജ് ഇതെല്ലാം തന്നെ. അപ്പോ അതിന്റെ ഒരു കൃത്യമായ കണക്ക്, വെള്ളത്തിന്റെ കണക്കെടുത്ത് വരുമ്പം 80% വെള്ളം പാകിസ്ഥാനും, ഏതാണ്ട് 80% പാകിസ്ഥാനും, ഏതാണ്ട് 20-21% ഇന്ത്യക്ക്. ആ രീതിയിലായിരുന്നു കാര്യം. പക്ഷേ എന്നിട്ടും ഇന്ത്യ പാകിസ്ഥാന് അർഹതപ്പെട്ടതിലധികം വെള്ളം കൊടുത്തു. ഈ 80% ശരിക്കും ഇന്ത്യ പാകിസ്ഥാൻ ഒരു 90%-ഓളം വെള്ളം ഈ നദീജല സിസ്റ്റത്തിൽ നിന്ന് മുഴുവൻ പാകിസ്ഥാന് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ വളരെ വ്യക്തമായ നിലപാട്, ഈ ചർച്ച യഥാർത്ഥത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടക്കാൻ പോകുന്ന ഒരു ചർച്ച, ആ ചർച്ച പുതിയൊരു ചർച്ച നടത്തി പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫിക്സ് ചെയ്തിട്ട് മാത്രമേ ഇനി ഈ കരാറ് മുന്നോട്ട് പോകും. അപ്പൊ പുതിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അവിടെ നേരത്തെ പ്രേം സൂചിപ്പിച്ച പോലെ ഇന്ത്യയുടെ ജനസംഖ്യ 1960 ശേഷം 10 മടങ്ങ് വർദ്ധിച്ചു. അന്നുള്ള ജനതയ്ക്കുള്ള ആവശ്യമല്ല ഇന്നുള്ള ജനതയുടെ ആവശ്യം. ഈ 2-3 ഘടകങ്ങൾ ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന് ജനസംഖ്യയുടെ വർധനവ്, പിന്നെ രണ്ടാമത്തെ ഇന്ത്യ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, പാകിസ്ഥാൻ അനുഭവിക്കുന്ന ജലക്ഷാമം ഈ സിന്ധു നദിയിലെ വെള്ളത്തിന്റെ പ്രശ്നം മാത്രമല്ല. ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത് ഈ 60 വർഷത്തിലധികമായിട്ടും പാകിസ്ഥാന് നൽകുന്ന ജലം സംഭരിക്കാനുള്ള ആവശ്യമുള്ള ജലസംഭരണികൾ, അതായത് ഡാമുകൾ പണിയാൻ പാകിസ്ഥാന് പറ്റിയിട്ടില്ല.
അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ അതിന്റെ കുഴപ്പം ഇന്ത്യയുടെ തലയിൽ വെച്ച് കെട്ടുന്നതിന് എന്തർത്ഥമാണുള്ളത്? പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളുണ്ടല്ലോ, ആ നദികളുടെ കുറുകെ ഡാം കെട്ടി ഇന്ത്യയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം പാകിസ്ഥാന് ശേഖരിക്കാൻ പറ്റണം. അത് പാകിസ്ഥാനെ കൊണ്ട് സാധിക്കുന്നില്ല. അതാണ് ഒരു വിഷയം. അടുത്ത വിഷയം ഇന്ത്യ പറയുന്നത്, ഈ പാകിസ്ഥാന്റെ കനാലുകളിലൂടെ എല്ലാം തന്നെ ജലം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, അരനൂറ്റാണ്ടിന് മുമ്പ് പാകിസ്ഥാൻ പണി കഴിപ്പിച്ച പാകിസ്ഥാന്റെ കനാലുകള് ഈ സിന്ധു നദി ശൃംഖലയിൽ നിന്നും, സിന്ധു നദി നെറ്റ്വർക്കിൽ നിന്നും പാകിസ്ഥാനിലേക്ക് എത്തുന്ന ജലം കൃത്യമായി സംഭരിച്ച് വിനിയോഗിക്കാനുള്ള സംവിധാനം പാകിസ്ഥാനില്ല. അപ്പൊ ഇനി പാകിസ്ഥാൻ എന്ത് ചെയ്യും? അതാണ് ഇന്ത്യ ചോദിക്കുന്ന ചോദ്യം. അപ്പോ വൈദ്യരെ സ്വയം ചികിത്സിക്കൂ എന്നുള്ളതാണ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയുടെ നിലപാട് ഇതാണ്. പിന്നെ മാത്രവുമല്ല, ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്ന മറ്റു വിഷയങ്ങളുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ ജലദൗർലഭ്യം അനുഭവിക്കുന്നത് സിന്ധ് പ്രവിശ്യയിലുള്ള ആൾക്കാരാണ്. ഇതിന്റെ മുഖ്യമായ കാരണം അവിടെ ഈ പാകിസ്ഥാനിലേക്ക് ഒഴുകിയെത്തുന്ന നദീജലം തുല്യമായി വീതം വെക്കാനുള്ള ഒരു സംവിധാനം പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ്. പാകിസ്ഥാനിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധു നദിയിലൂടെ ഒഴുകിയെത്തുന്ന ജലം പഞ്ചാബ് പ്രവിശ്യയിലുള്ളവർ മുഴുവൻ എടുത്ത് ഊറ്റിയെടുക്കുക. പാകിസ്ഥാനിലെ വിവിധ പ്രവിശ്യകൾ തമ്മിൽ നിലനിൽക്കുന്ന മത്സരം, അതുപോലെ പഞ്ചാബ് പ്രവിശ്യക്ക് പഞ്ചാബികൾക്ക് പാകിസ്ഥാൻ ഭരണത്തിലും അതുപോലെ സാമൂഹിക ജീവിതത്തിലും ഒക്കെ ഉള്ള ഒരു മേൽക്കോയ്മ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഞ്ചാബ് പ്രോവിൻസാണ്. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യത്തിന് പോലും കയറാൻ പറ്റുന്നില്ല. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായിട്ടുള്ള ഖൈബർ പക്തൂൺഖ്വയിലും ആർക്കും പ്രവേശനമില്ല. സിന്ധ് പ്രവിശ്യയെ അവര് അവഗണിച്ചിട്ടിരിക്കുന്നു. ഇപ്പൊ ഇന്ത്യയിൽ നിന്നും ഉള്ള ഓക്യുപ്പൈഡ് കാശ്മീർ, നമ്മുടെ കാശ്മീരിന്റെ ഭാഗമായ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഓക്യുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. അവർക്ക് യാതൊരു ആനുകൂല്യവും കൊടുക്കുന്നില്ല. അപ്പോ പ്രവിശ്യകൾ തമ്മിലുള്ള ഈ പോരാട്ടത്തിനിടയിൽ പഞ്ചാബ് ഈ ജലം മുഴുവൻ കൈയടക്കുന്നു. ഇതൊക്കെ ഇന്ത്യയുടെ കുഴപ്പമല്ല. പാകിസ്ഥാൻ ആദ്യം അവരുടെ രാജ്യത്തിനുള്ളിലെ പ്രതിസന്ധികൾ പരിഹരിക്കുക. അങ്ങനെ പരിഹരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നത്തിന് വലിയൊരളവ് പരിഹാരമുണ്ടാകും. മാത്രവുമല്ല, ഈ ഇന്ത്യയുമായിട്ട് പുതിയ ചർച്ചകൾ നടത്തി പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എത്തി പാകിസ്ഥാന് പുതിയൊരു കരാറിൽ ഒപ്പുവെക്കുക. ഒരു കരാറും സോവറൈൻ ആയിട്ടുള്ള, അതായത് സ്വയംഭരണ അവകാശമുള്ള ഒരു രാജ്യവും എല്ലാ കാലത്തേക്കുമായിട്ട് ഒരു കരാറും ഉണ്ടാക്കത്തില്ല. വളരെ കുറച്ച് വർഷങ്ങൾക്ക്, ഒരു 30 തൊട്ട് 50 വർഷം വരെ നീളുന്ന കരാറുകളെയും. കാരണം ഓരോ രാജ്യങ്ങളും കരാറുകളിൽ ഏർപ്പെടുന്നത് അതാത് കാലത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ്. ഇത് മാറുന്ന അനുസരിച്ച് ആ ജനതയ്ക്ക് യഥാർത്ഥത്തിൽ ഈ കരാറിൽ ഒപ്പിട്ട തലമുറ, രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയിൽ ഇല്ലാതായി. ആ തലമുറയ്ക്ക് വേണ്ടിയല്ല ഇത്. നമ്മുടെ മനസ്സിലുള്ള, പാകിസ്ഥാന്റെ മനസ്സിലുള്ള സങ്കല്പം എന്ന് വെച്ചാൽ, ഒരു കരാറില് അങ്ങോട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് 1000 കൊല്ലത്തേക്ക്, അങ്ങനൊന്നും ലോകത്തിൽ ഒരു കരാറും ഇല്ല. ഒരു രാജ്യവും അങ്ങനത്തെ കരാറുകൾ അംഗീകരിക്കുന്നില്ല. ചരിത്രത്തിൽ വേറൊരു ഉദാഹരണങ്ങളും ഇല്ല. അപ്പോ പാകിസ്ഥാന്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് ഇന്ത്യയുടെ ആവശ്യവുമായിട്ട് തുലനം ചെയ്തിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വെള്ളം കൊടുക്കാൻ ഇന്ത്യ തയ്യാറാണ്. എന്തായാലും ഇതുവരെ അനുഭവിച്ച ആ ഒരു സുഖസൗകര്യം അതുപോലെ തന്നെ പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾ കൂട്ടുകയും ചെയ്യുന്നു. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സാർ, ഇതില് ഒരു പ്രശ്നമുള്ളത്, ഇപ്പൊ ലോകബാങ്ക് മുൻകൈ എടുത്തൊരു കരാറാണല്ലോ. അപ്പൊ ഇതില് രണ്ട് കക്ഷികൾ, ഇപ്പൊ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണല്ലോ. അപ്പോൾ ആ തരത്തിൽ ഒരു തർക്കപരിഹാര വേദിയിലോട്ടല്ലേ ഇത് പോവുക? അപ്പോൾ അതിന്റെ ഒരു സാധ്യത എങ്ങനെയാണ്? തർക്കപരിഹാരത്തെ സംബന്ധിച്ച്, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കപരിഹാരത്തിൽ രണ്ട് രാജ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു സംവിധാനത്തിന് മാത്രമേ അതിൽ ഇടപെടാൻ പാടുള്ളൂ. അങ്ങനെയാണ്. ഇപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് ചർച്ച നടത്താൻ പാകിസ്ഥാന് തയ്യാറല്ല. ആദ്യം ഇന്ത്യ ഒരു നിർദ്ദേശം 2015-16 കാലഘട്ടത്തിൽ വെച്ചിരുന്നു. അതായത് ഒരു ആർബിട്രേറ്റർക്ക് വിടാം, ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞിരുന്നു. അത് പാകിസ്ഥാൻ അംഗീകരിച്ചു. പകരം ഇന്ന് മറ്റൊരു കോടതിയുടെ മുന്നിൽ, സ്വിറ്റ്സർലൻഡ് അവിടെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു കോടതിയുടെ മുന്നിലാണ് ഇപ്പൊ ഇത് കിടക്കുന്നത്. ഇന്ത്യ അന്ന് അത് അംഗീകരിച്ചിരുന്നില്ല. അപ്പൊ ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ പാകിസ്ഥാൻ അപ്രോച്ച് ചെയ്തിരിക്കുന്ന ഈ സെറ്റിൽമെന്റ് ഫോറം ഇന്ത്യ അംഗീകരിക്കുന്ന ഫോറമല്ല. ഈ പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും ഒരു രാജ്യമായിരുന്നെങ്കിൽ
അവിടെ ഒരു സുപ്രീം കോടതി ഉണ്ടെങ്കിൽ അവിടെ പോയാൽ ഇത് പറ്റും. ഇത് രണ്ട് രാജ്യം, രണ്ട് നിയമവ്യവസ്ഥ, രണ്ട് സംവിധാനങ്ങൾ. സ്വാഭാവികമായിട്ടും അവരുടെ തർക്കപരിഹാരത്തിന് അവർ തിരഞ്ഞെടുക്കുന്നത് അവരോട് താല്പര്യമുള്ള ഒരാളിനെ. ലോകബാങ്കിനെ അന്ന് ഈ ലോകബാങ്കിന്റെ മുന്നിൽ ഇത് എത്തുന്നത് ഇന്ത്യയും പാകിസ്ഥാനും സംയുക്തമായിട്ട് സമ്മതിച്ചിട്ടാണ്. പക്ഷെ അന്ന് അതൊരു ഒരു ആ സമയത്ത് ഈ കരാർ ഉണ്ടാക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് മാത്രമായിരുന്നു. ആർബിട്രേഷൻ ഫോറത്തെ കുറിച്ച് അന്ന് തുടക്കത്തിൽ തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഏത് അതോറിറ്റി വേണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ആർബിട്രേഷൻ നടത്തേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ ഒരു ഏകപക്ഷീയമായിട്ട് പാകിസ്ഥാൻ തീരുമാനിക്കുന്ന അതോറിറ്റി ഇന്ത്യക്ക് ബാധകമല്ല. ഇപ്പോ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി തർക്കത്തിലും ഇതേ നിലപാടാണ് ഇന്ത്യയുടെ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്ത മൂന്നാം കക്ഷിക്ക് ഇതിൽ ഇടപെടാൻ യാതൊരു അർഹതയും വലിയ രാജ്യങ്ങളൊന്നും അംഗീകരിക്കാറില്ല മൂന്നാം കക്ഷിയെ. ഇപ്പൊ ചൈന തൈവാനും തമ്മിലുള്ള വിഷയം നടക്കുന്നു. അതിൽ അമേരിക്ക മധ്യസ്ഥനാവാൻ ചൈന അംഗീകരിക്കും? ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലല്ലോ. ചൈനയുടെക്ക് ഒരേ ഒരു നിലപാടേ ഉള്ളൂ, വൺ ചൈന. തൈവാൻ എന്നൊരു രാജ്യമില്ല, ചൈന മാത്രമേ ഉള്ളൂ. ഇത് വലിയ രാജ്യങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ്. ഇപ്പൊ റഷ്യയെ സംബന്ധിച്ച് യുക്രൈനുമായിട്ടുള്ള വിഷയത്തിൽ റഷ്യക്ക് ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥത ആവശ്യമില്ല, അവര് സമ്മതിക്കുകയില്ല. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നത്തിൽ അമേരിക്ക ഒരു തർക്കപരിഹാര ഫോറത്തിന് ഒരു പ്രസക്തി അമേരിക്ക കൊടുക്കുന്നില്ല. പിന്നെ ഇന്ത്യക്ക് മാത്രമായിട്ട് ഈ തർക്കപരിഹാര ഫോറം ഇന്ത്യ ഇത് അംഗീകരിക്കുന്നില്ല. അതാണ് ഇതിനകത്തിൽ മറ്റൊരു വിഷയം. ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ ആദ്യത്തെ കരാർ അനുസരിച്ച് 1960 കരാർ അനുസരിച്ച് സിന്ധു നദീജലത്തിലെ ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന നദികൾക്ക് കുറുകെ ഇന്ത്യക്ക് അണക്കെട്ട് നിർമ്മിക്കുക. ആ വെള്ളം ഇന്ത്യയുടെ ഇഷ്ടാനുസരണം നമുക്ക് ഉപയോഗിക്കാം. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളുടെ കുറുകെ റൺ ഓൺ ദ ഫ്ലോ, അതായത് വെള്ളം ശേഖരിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒഴുക്കിന്റെ ശക്തി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കാം. ഇത് ആദ്യത്തെ കരാറിലുണ്ട്. റൺ ഓൺ ദ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറേറ്ററുകളും മറ്റ് അതുപോലുള്ള സംഭവങ്ങൾ ഈ ഒഴുക്കിന്റെ ഭാഗത്ത് വെക്കും, വെള്ളത്തിന്റെ ശക്തി കൊണ്ട് അത് കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുതി അത് ഇന്ത്യക്ക് എടുക്കാം. പക്ഷെ ശേഖരിച്ച് തടഞ്ഞു നിർത്താൻ പാടില്ല. പക്ഷെ ഇതൊന്നും പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നില്ല. ഇന്ത്യയിലെ പല ജലവൈദ്യുത പദ്ധതികളും ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന നദികളിൽ പോലും ജലവൈദ്യുത പദ്ധതി തുടങ്ങുമ്പോൾ പാകിസ്ഥാൻ വലിയ എതിർപ്പുമായിട്ട് അന്താരാഷ്ട്ര ഫോറങ്ങളിൽ പോകുമായിരുന്നു. അത് കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേന്ദ്രം ഭരിച്ച സർക്കാരുകളൊക്കെ തന്നെ പാകിസ്ഥാനെ അനുനയിപ്പിക്കാനായിട്ട് ഈ ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണമൊക്കെ നിർത്തിവെച്ചിരുന്നു. ഇപ്പോ പറയുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് കിഷൻ ഗംഗ പ്രോജക്റ്റ്, റാട്ട്ലി പ്രോജക്റ്റ്, ഈ രണ്ട് പ്രോജക്റ്റുകളും പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ കൈവശമുള്ള നദികളിലാണ്. പക്ഷെ അവിടെ ഒന്നും ജലവൈദ്യുത പദ്ധതി പൂർത്തിയാക്കാൻ പറ്റിയില്ല. അത് കൂടാതെ മറ്റു പ്രോജക്റ്റുകളുമുണ്ട്. ഇപ്പൊ സലാൽ, തുൾബുൾ, ബലിഹാർ, പക്കുൾദുൾ, ഇതെല്ലാം കാശ്മീരിലും ലഡാക്കിലും ഒക്കെ ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ്. ഈ പ്രോജക്റ്റുകൾ ചിലത് വലിയ പ്രോജക്റ്റാണ്, ചിലത് ചെറിയ ജലവൈദ്യുത പദ്ധതിയാണ്. അതായത് 100 മെഗാവാട്ടിന്റെ ഒക്കെ ചെറിയ പദ്ധതികളാണ്. 100 താഴെ മെഗാവാട്ടിന്റെ പദ്ധതി ഇതിലുണ്ട്. ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ പല രീതിയിൽ എതിർക്കുന്നു. അപ്പൊ എന്തിനാണ് പാകിസ്ഥാനും അങ്ങനെ ഒരു രാജ്യവുമായിട്ട് നമുക്ക് എന്ത് കരാർ വ്യവസ്ഥ അവർ തന്നെ ലംഘിച്ചു. കരാർ വ്യവസ്ഥ പ്രകാരം നമുക്ക് അവകാശപ്പെട്ട നദികളുടെ കുറുകെ ഡാം പണിയുന്നതിന് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ അതുപോലും പാകിസ്ഥാൻ പോയിട്ട് ഈ ആർബിട്രേഷൻ ഫോറത്തിലോ അല്ലെ അന്താരാഷ്ട്ര UN-ലും ഒക്കെ പോയിട്ട് എതിർപ്പും എപ്പോഴും ബഹളം വെക്കുകയും ചെയ്യുന്നു. അപ്പം ഏതായാലും നിങ്ങൾ നമ്മളോട് ശല്യത്തിനാണ്, എന്നാൽ പിന്നെ നിങ്ങളുമായിട്ട് സൗഹൃദത്തിന്റെ ഒരു ലാഞ്ചന പോലും കാണിക്കുന്നതിൽ അർത്ഥമില്ല. ചിലരോട് നമ്മൾ സ്നേഹമായിട്ട് പെരുമാറിയാൽ അവരും തിരിച്ച് സ്നേഹമായിട്ട് പെരുമാറും. തീർച്ചയായിട്ടും അത്തരക്കാരെ നമ്മൾ സ്നേഹിക്കും. ചിലരോട് നമ്മൾ മാന്യമായിട്ട് പെരുമാറിയാൽ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും അവർ നമ്മളോട് ശത്രുതയ്ക്ക് വരത്തില്ല. അത്തരക്കാരോടും വേണമെങ്കിൽ നമുക്ക് മാന്യമായിട്ട് പെരുമാറാം. ചിലരോട് സ്നേഹിച്ചാലും എതിർത്താലും അവർ നമ്മളെ തല്ലും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെ അങ്ങോട്ട് കയറി തല്ലുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്തായാലും അവർ നമ്മളെ തല്ലും, അത് അവർ ഉറച്ചിരിക്കുക. അപ്പോ പുതിയ ഒരു അസർട്ടീവായിട്ടുള്ള വിദേശ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ തീരുമാനങ്ങളിലേക്ക് ഇന്ത്യ എത്തുന്നത്. ഇത് പാകിസ്ഥാൻ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. പാകിസ്ഥാൻ ഒന്നും ചെയ്യാനില്ല. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഉമ്മാക്കി പാകിസ്ഥാന് ഇനി നടപ്പാവില്ല. ഒന്നാമത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ന്യൂക്ലിയർ ട്രയാഡുണ്ട്. അതായത് കരയിൽ നിന്നും ആയുധം വിക്ഷേപിക്കാൻ പറ്റും, അത് വിമാനങ്ങളിലാണെങ്കിലും മിസൈലിലാണെങ്കിലും. ആകാശത്ത് നിന്ന് വിക്ഷേപിക്കാൻ പറ്റും,
അതായത് നമ്മുടെ പിന്നെ നമ്മുടെ വിമാനങ്ങൾക്ക് അത് പറ്റും, കടലിൽ നിന്ന് പറ്റും. നമുക്ക് സബ്മറീൻ ലോഞ്ച്ഡ് ബലിസ്റ്റിക് മിസൈൽ ഉണ്ട്, ന്യൂക്ലിയർ വാർഹെഡ് ഉള്ള. അപ്പോ ഷിപ്പ് സബ്മേഴ്സിബിൾ ബലിസ്റ്റിക് ന്യൂക്ലിയർ എന്നാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കുന്ന അന്തർവാഹിനികൾക്ക് മിലിറ്ററി ടേം പറയുന്നത്, SSBN എന്ന്. അപ്പോൾ അത്തരം SSBNകളിൽ 12 ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ തയ്യാറായിട്ട് നിൽക്കുന്നു. പാകിസ്ഥാന്റെ ഏതൊരു ചെറിയ ആക്രമണത്തെയും, പാകിസ്ഥാൻ പറയുന്നത് അവര് സബ് കിലോ ടൺ ചെറിയ മിനിയേച്ചറൈസ്ഡ് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പ്രയോഗിക്കും. അത് വലിയ പ്രദേശത്തൊന്നും വലിയ കുഴപ്പമുണ്ടാകത്തില്ല, പക്ഷെ ചെറിയൊരു പ്രദേശം കംപ്ലീറ്റ്ലി ഇല്ലാതെ. പക്ഷെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ ചെറുതോ വലുതോ എന്തായാലും ശരി, നിങ്ങൾ ആദ്യം ഒരു ചെറിയ ബോംബ് ഒരു ചതുരശ്ര കിലോമീറ്റർ മാത്രം നശിപ്പിക്കുന്ന ഒരു ബോംബ് ഇട്ടാലും ഞങ്ങൾ ഇടാൻ പോകുന്നത് കുറഞ്ഞത് 6 മാരക പ്രഹരശേഷിയുള്ള ബോംബുകളായിരിക്കും. 6 പാകിസ്ഥാൻ നഗരങ്ങൾ, ലാഹോർ, കറാച്ചി, ഇസ്ലാമാബാദ്, പിന്നെ റാവൽപിണ്ടി, പെഷവാർ, പിന്നെ ഒരു നഗരം കൂടെ പറഞ്ഞിട്ടുണ്ട്, അത് മുസഫർപൂർ ആയിരിക്കും. അല്ല ക്ഷമിക്കണം, മുസഫർപൂർ ഉത്തർപ്രദേശിലാണ്, രണ്ടുപേരും തമ്മിൽ തെറ്റിപ്പോകും. അപ്പൊ 6 നഗരങ്ങൾ കംപ്ലീറ്റ് അതോടുകൂടി ഇല്ലാതാണ്. ബാക്കി പിന്നെ 6 ഈ ഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്നതിലുണ്ട്. പാകിസ്ഥാന് ഒരു മിസൈലിലോട്ട് ബോംബ് ഘടിപ്പിക്കാൻ സമയമെടുക്കും. അപ്പോ അങ്ങനത്തെ ഒരു സാഹസത്തിന് നിങ്ങൾ മുതിർന്നാൽ പാകിസ്ഥാനിലെ ജനസംഖ്യ പകുതിയായിട്ട് കുറയും എന്നുള്ള മുന്നറിയിപ്പ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഉമ്മാക്കി ഇനി നടപ്പില്ല. ഒരു പരമ്പരാഗത യുദ്ധത്തിൽ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പാകിസ്ഥാന്റെ ഒരു ഭീഷണി ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഡാമുകളെയൊക്കെ ആക്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കാളും അധികം ബുദ്ധിമുട്ട് പാകിസ്ഥാൻ ഉണ്ടാവും. ഈ നദിയിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ സിന്ധും പഞ്ചാബും മുഴുവൻ മുങ്ങിപ്പോകും. അത് ഇന്ത്യക്കാൾ ബുദ്ധിമുട്ട് പാകിസ്ഥാൻ. സിന്ധു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഡാമുകൾ പാകിസ്ഥാൻ തകർത്താൽ ഇന്ത്യയുടെ കനാലുകൾ വളരെ എത്ര വെള്ളം വേണമെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കനാലാണ്. പക്ഷെ പാകിസ്ഥാന്റെ കനാലിന് ആ ശേഷിയും. അതിന്റെ അർത്ഥം ഇവിടുന്ന് വെള്ളം ഈ കനാൽ വഴി ഒഴുകി പാകിസ്ഥാനിൽ ചെന്ന് പാകിസ്ഥാന്റെ നഗരങ്ങളെ മുക്കിക്കൊള്ളു. സംഭവിക്കാൻ പോകുന്ന ലാഹോറും മുങ്ങിപ്പോവും, കറാച്ചിയും മുങ്ങിപ്പോവും. അപ്പോ അത്തരം ശ്രമങ്ങൾക്ക് മുമ്പ് പലവട്ടം ആലോചിച്ചോളാൻ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു മാർഗ്ഗമേ പാകിസ്ഥാന്റെ മുന്നിലുള്ളൂ, അത് ഇന്ത്യയുമായിട്ട് റീനെഗോഷിയേറ്റ് ചെയ്യുക, തീവ്രവാദ ക്യാമ്പുകൾ തൽക്കാലം പിൻവലിക്കുക. അങ്ങനെ ഒരു സമാധാന ശ്രമത്തിലൂടെ ഈ സിന്ധു നദീ ജല തർക്കത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്തായാലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ നമുക്ക് പുതിയ അടിസ്ഥാനത്തിൽ വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച പുതിയ സംഭവ വികാസങ്ങൾ, ഏറ്റവും ഒടുവിൽ ഇന്ത്യ നടത്തിയ അഭിപ്രായത്തോട് പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നമസ്കാരം.